ചേട്ടാ, വാളെടുത്തവൻ വാളാലെ എന്ന ചൊല്ലി യാഥാർത്ഥ്യമായിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ അലുവ അതുലിന്റെ കൊലപാതകത്തിലൂടെ. നമ്മൾ ആ കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. പട്ടാപ്പകലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഒരുപാട് വാഹനങ്ങളും ആളുകളും സഞ്ചരിക്കുന്ന ഒരു റോഡിൽ പലരും ഈ കാഴ്ച കണ്ട് വാഹനം നിർത്തിയെങ്കിലും അങ്ങോട്ടേക്ക് പോകാൻ ആർക്കും ധൈര്യം വന്നില്ല. കാരണം ഇതേ അനുഭവം തന്നെയായിരിക്കും ചിലപ്പോൾ നാളെ അവരെ തേടിയും എത്തുന്നത്. അപ്പോൾ ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഇത്രയും മാരകമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. എന്താണ് ഈ കേസിനെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ? കരുനാഗപ്പള്ളി മേഖല കേന്ദ്രീകരിച്ചുള്ള 2 ക്രിമിനൽ സംഘങ്ങൾ. അതിലൊന്നാണ് വയനകം സംഘം. വയനകം സംഘത്തിലെ പ്രധാനിയാണ് ഇന്നലെ കൊല്ലപ്പെട്ട അതുൽ അശോക് എന്ന് പറയുന്ന അലുവ അതുൽ. ഇദ്ദേഹം ഒരു കൽപ്പണിക്കാരനായിരുന്നു. കൽപ്പണിക്ക് ഈ കൂടം എന്ന് പറയുന്ന ഒരു ആയുധം ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെയൊക്കെ അടിത്തറ കെട്ടാൻ ഉപയോഗിക്കുന്ന കരിങ്കല്ല് തയ്യാറാക്കുന്ന ഫൗണ്ടേഷൻ തയ്യാറാക്കുന്ന ഒരു ജോലിയാണ് ഇയാൾ ചെയ്തു വന്നിരുന്നത്. അതിലുപയോഗിച്ച് വന്നിരുന്ന കൂടം എന്ന് പറയുന്ന ആയുധമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആയുധം എന്ന് പറയുന്നത്. ഈ അലുവ അതുലിൻ്റെ എതിർ ഗ്യാങ് എന്ന് പറയുന്നത് കടത്തൂർ സംഘം. നമ്മുടെ കൊല്ലത്ത് കരുനാഗപ്പള്ളിക്ക് അപ്പുറം മറ്റൊരു പ്രദേശമാണ് ഈ കടത്തൂർ എന്ന് പറയുന്നത്. കടത്തൂർ സംഘത്തിലെ പ്രധാനി എന്ന് പറയുന്നത് ബ്ലാക്ക് വിഷ്ണു എന്ന് പറയുന്ന ഇപ്പോൾ ഈ കൊലപാതക കേസിലെ 1ാം പ്രതിയായിട്ടുള്ള ബ്ലാക്ക് വിഷ്ണു, അനീർ എന്നൊക്കെ പറയുന്ന മറ്റു പ്രതികൾ ഉൾപ്പെടുന്ന വലിയൊരു ഗ്യാങ് ആണ്. ഈ 2 കൂട്ടരും തമ്മിലുള്ള കുടിപ്പക ഇത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. അതിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ 2025 മാർച്ച് മാസം 27-ാം തീയതി കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ സമാനമായ മറ്റൊരു കൊലപാതകം അരങ്ങേറിയിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. 2025 മാർച്ച് 27-ന് കരുനാഗപ്പള്ളിക്കടുത്ത് പടനായർ കുളങ്ങര താഴ്ചയിൽ മുക്ക് വീട്ടിൽ സന്തോഷ് കുമാർ, ജിം സന്തോഷ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. നാട്ടിലൊക്കെ തൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ, പരോപകാരി, സഹായി എന്നതിൽ കവിഞ്ഞ് അങ്ങനെയുള്ളൊരു ഭൂതകാലം ഇയാളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ്. അങ്ങനെ അറിയാതെ, അതായത് മറ്റ് ഗുണ്ടകളെപ്പോലെ ഒരു ഫെയിമിന് വേണ്ടി അല്ലെങ്കിൽ താൻ ഇത്തരത്തിൽ അറിയപ്പെടണം, കുപ്രസിദ്ധനാകണം എന്നൊരു വിചാരമില്ലാതെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും മുൻപിലുണ്ടായിരുന്ന ഒരാളാണ് ജിം സന്തോഷ് എന്ന് പറയുന്ന ഈ പടനായർ കുളങ്ങര സ്വദേശി. ഇദ്ദേഹത്തെ 2025 മാർച്ച് 27-ാം തീയതി പുലർച്ചെ 2:30 ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഈ അലുവ അതുൾപ്പെട്ട ഒരു സംഘം കൊലപ്പെടുത്തി. അത് വളരെ ക്രൂരമായൊരു കൊലപാതകമായിരുന്നു. നമ്മളിത് മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം ഇതിനു മുൻപ് പങ്കജ് മേനോൻ എന്ന് പറയുന്ന കരുനാഗപ്പള്ളി മേഖല കേന്ദ്രീകരിച്ച് ചോച്ചിറ സ്വദേശിയാണ് പങ്കജ് മേനോനുമായിട്ട് ഈ ജിം സന്തോഷിന് കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു അസ്വാരസ്യങ്ങൾ. ഇവർക്ക് ജിം സന്തോഷിനെ അപായപ്പെടുത്താൻ വേണ്ടി ഒരു ഫാം ഉടമ നൽകിയ ഒരു കൊട്ടേഷനിൽ നിന്ന് ഇരുവരും തമ്മിലുള്ള ഒരു വൈരത്തിലേക്ക് അത് മാറുന്നു. പിന്നീട് ജിം സന്തോഷിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഈ പങ്കജ് മേനോനെ നേരിടേണ്ടി വരുന്നു. അങ്ങനെ ഈ വൈരം പിന്നീട് കൊടും പകയായിട്ട് മാറുകയും പങ്കജ് മേനോനാണ് 2025 ഈ അലുവ അതുലിനെ ഈ സന്തോഷ് കുമാറിനെ കൊല്ലാനുള്ളൊരു കൊട്ടേഷൻ കൊടുക്കുന്നത്. ആ കൊട്ടേഷൻ്റെ പുറത്താണ് 2025 മാർച്ച് മാസം അവിടെ അങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. കൊലപാതകം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഈ കൽപ്പണിക്കാരനായിരുന്ന അലുവ അതുലിൻ്റെ ആയുധം എന്ന് പറയുന്നത്, എല്ലാ ഗുണ്ടകൾക്കും ഓരോ ആയുധങ്ങൾ ഉണ്ടാകും, പ്രിയപ്പെട്ട ആയുധങ്ങൾ. ഒരാൾക്ക് കൊടുവാളാണെങ്കിൽ മറ്റൊരാൾക്ക് സൈക്കിൾ ചെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ നഞ്ചക്കായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂടമാണ്, കരിങ്കല്ല് പിളർത്താൻ ഉപയോഗിക്കുന്ന കൂടം. ഈ കൂടമടക്കമുള്ള മാരകായുധങ്ങളുമായി അന്നേ ദിവസം വെളുപ്പിന് 2:30 ജിം സന്തോഷിൻ്റെ ഈ നമ്മുടെ പടനായർ കുളങ്ങരയിലെ വീട്ടിലേക്ക് വരുന്ന ഈ 4 അംഗ സംഘമാണ്. അതിനകത്ത് ഇപ്പോൾ ഇയാളുടെ കൂടെ ആക്രമണത്തിനിരയായ മനു എന്ന കുക്കുവും അടക്കമുള്ള ഒരു 4 പേരുണ്ട്. ഇവർ വരുന്നു, ഇയാളുടെ വീടിന് നേർക്ക് തോട്ട പോലുള്ള എന്തോ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇവരുടെ അമ്മ 2 മുറിയുള്ള ഒരു ഒറ്റ നില വീടാണ്. ആ വീടിൻ്റെ ഒരു വാതിൽ ഇവർ തോട്ട എറിഞ്ഞ് തകർക്കുന്നു. അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇയാളുടെ അമ്മയാണ്, പ്രായമായ അമ്മ, ഓമന എന്നുമാണ് ആ അമ്മയുടെ പേര്. തൊട്ടടുത്ത മുറിയിലാണ് ജിം സന്തോഷ് കിടന്നുറങ്ങുന്നത്. ഇയാളെ പോയി ക്രൂരമായി ആക്രമിക്കുന്നു, വെട്ടുന്നു, ശരീരത്തിൽ മാരകമായിട്ട് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ തന്നെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കയ്യിൽ കരുതിയ കൂടം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കാല് തല്ലി തകർക്കുന്നു. അതിനുശേഷം ഈ അമ്മ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഈ മരണവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം തേടാൻ ചെന്ന മാധ്യമപ്രവർത്തകരോടടക്കം പറയുന്നുണ്ട്, അന്നും പറയുന്നുണ്ട്, ഈ കട്ടളപ്പടിയിൽ കിടത്തി ഇയാളുടെ കാല് ഛിന്നഭിന്നമാകുന്ന രീതിയിൽ ചെറിയൊരു പിച്ചാത്തി ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി ആക്രമിച്ചു. ഒരു അമ്മയ്ക്ക് കണ്ടു നിൽക്കാൻ അപ്പുറം പോകുന്ന, അതെ, സ്വന്തം മകനെ കൺമുമ്പിൽ ക്രൂരമായി കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ആ അമ്മയ്ക്ക് കാണേണ്ടി വന്നത്. അതിൻ്റെ പിന്നാലെ ഈ അലുവ അതുൽ അടക്കമുള്ള സംഘങ്ങൾ ഒളിവിൽ പോകുന്നു. പിന്നീട് ഇദ്ദേഹത്തെ കിട്ടുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ്. അതിനുശേഷം പിന്നീട് കുറേ കാലം അലുവ അതുലും ഇദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളും അകത്തായിരുന്നു. ഇതിനു മുൻപ് ജിം സന്തോഷിൻ്റെ
വധം കഴിഞ്ഞതിന് ശേഷം മടങ്ങുകയായിരുന്ന സംഘം മറ്റൊന്നുകൂടി ചെയ്തു. ഈ അതുലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കരുനാഗപ്പള്ളിയിൽ വവ്വാക്കാവിലെത്തുമ്പോൾ ഇയാളുടെ മറ്റൊരു ശത്രു, ഇയാൾ മുൻപ് പ്രശ്നമുണ്ടായിരുന്ന ഈ കടത്തൂർ സംഘത്തിലെ അനീർ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ഇദ്ദേഹത്തെയും ഇവർ ക്രൂരമായി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ വാൾ ഉപയോഗിച്ചുകൊണ്ട് കയ്യിലും കാലിലും മാരകമായ പരിക്കുണ്ടാക്കിയതിന് ശേഷമാണ് ഇവർ ഒളിവിൽ പോകുന്നത്. ഒളിവിൽ പോയ ഇവരെ പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്നാണ് ഇവർ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് ഈ കഴിഞ്ഞ ഒരു വർഷം തടവിലായിരുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. അങ്ങനെ ഇവർ പുറത്തിറങ്ങുന്നത്, അലുവ അതുൽ എന്ന് പറയുന്ന അതുൽ അശോക് പുറത്തിറങ്ങുന്നത് ഈ മാർച്ച് മാസം 3-ാം തീയതിയാണ്. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുക്കു എന്ന് പറയുന്ന മനു പുറത്തിറങ്ങുന്നത് ഫെബ്രുവരി മാസം 23-ാം തീയതിയാണ്. അങ്ങനെ ഈ ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി ഇവർക്ക് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടേണ്ട ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഒപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ആദ്യമായിട്ടാണ് ഈ ഒരു റിമാൻഡ് കാലാവധി അല്ലെങ്കിൽ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കുറേ നാൾ ആയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടുക എന്ന പ്രക്രിയയിലേക്ക് വന്നിട്ട്. അങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, ഒപ്പിടുന്നു. ഈ പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കൽ തന്നെ ഇത്തരത്തിലുള്ള ഈ സംഘത്തിൽപ്പെട്ട ആളുകൾ ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ കൃത്യമായിട്ട് ഈ അക്രമി സംഘത്തിന് ഈ വിവരങ്ങൾ ചോർത്തി നൽകി. അങ്ങനെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന ഈ അലുവ അതുൽ എന്ന അതുൽ അശോകും ഇയാളുടെ സുഹൃത്തായിട്ടുള്ള കുക്കു എന്ന മനുവും കൂടി നേരെ പോകുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്ന് വടക്കോട്ട് പോകുന്നു. പുതിയകാവ് എത്തുമ്പോൾ നൈറ പെട്രോൾ പമ്പാണ്. ഈ പെട്രോൾ പമ്പിൻ്റെ മുൻവശം എത്തുമ്പോൾ ഇവരെ ചേസ് ചെയ്ത് വന്ന ഒരു സിൽവർ കളറിലെ ഇന്നോവ കാർ ഇവർ സഞ്ചരിച്ചിരുന്ന നീല കളറിലെ സ്വിഫ്റ്റ് കാറിൻ്റെ ബാക്കിലിട്ട് കൊണ്ടുവന്ന് ഇടിച്ചു കൊടുക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ വണ്ടി താഴ്ചയിലേക്ക്, റോഡ് പണി നടക്കുകയാണ്, ചെറിയ വീതിയും വിസ്താരം കുറഞ്ഞൊരു റോഡാണ് ആ സമയത്ത്. അങ്ങനെ ഈ താഴ്ചയിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് ഓടിയെത്തുന്ന 6-അംഗ സംഘം ഇവർ ചെയ്യുന്നത് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ളൊരു ആക്രമണമാണ്. കാരണം ഈ 2 സൈഡിലും വിൻഡോ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഈ ഗ്ലാസ് തകർത്തുകൊണ്ട് കാറിൻ്റെ മുൻ സീറ്റിൽ 2 സൈഡിലും ഇരുന്ന മനുവിനെയും അതോടൊപ്പം തന്നെ അതുലിനെയും ക്രൂരമായി ആക്രമിക്കുന്നു. മനു പുറത്തിറങ്ങാൻ നോക്കുന്നു. മനുവിൻ്റെ കൈയുടെയും മസിൽ ഭാഗത്തേക്ക് ക്രൂരമായിട്ട് ഈ വാൾ ഉപയോഗിച്ച് വെട്ടുന്നു. അതിനെ തുടർന്ന് പുറത്തിറങ്ങിയ ഈ അതുലിനെ കണങ്കാലിനെ വെട്ടി വീഴുന്നു. അത് ഈ കടത്തൂർ സംഘത്തിലെ പ്രധാനിയായിരുന്ന ബ്ലാക്ക് വിഷ്ണു എന്ന അയാളുടെ ഒരു രീതി അതാണ്. അതുലിൻ്റെയും ഒരു രീതി എന്ന് പറയുന്നത് എതിരാളിയുടെ കാൽ കൂടത്തിന് അടിച്ച് തകർക്കും. അങ്ങനെ ആക്രമിക്കുമ്പോൾ പിന്നെ എതിരാളിക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് തന്നെയായിരിക്കും ഇവരുടെ ലക്ഷ്യം. അങ്ങനെ ഈ അതുലിൻ്റെ കാലിന് വെട്ടുന്നു. അതുൽ വീഴുന്ന ഇയാളുടെ തലയൊട്ടി വെട്ടിപ്പിളരുന്ന രീതിയിൽ മുൻഭാഗത്ത് കഠിനമായിട്ട് വാൾ ഉപയോഗിച്ച് വെട്ടുന്നു. ഈ വെട്ടിൽ തന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇയാളുടെ മരണം സംഭവിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇവർ പണി നടത്തി പോകുന്നത് ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ്. വലിയ സമയമൊന്നും എടുത്തില്ല. സാധാരണ ഒരു കൊലപാതകം ചെയ്യാൻ മരിച്ചു എന്നുറപ്പാക്കി പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ മരിച്ചു എന്നുറപ്പാക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് അതുലിനെ നേരിടേണ്ടി വന്നത്. ഇയാളുടെ തലയൊട്ടി പിളർന്നാണ്. അങ്ങനെ ഉള്ളൊരവസ്ഥയിൽ ഒരിക്കലും മരണമല്ലാതെ മറ്റൊരു ഇതില്ല. ആശുപത്രിയിൽ പോയി അഥവാ അത്ഭുതങ്ങൾ സംഭവിച്ചാലും ഒരുപക്ഷെ നരകയാതനയായിരിക്കും നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അനീറിനെ ജിം സന്തോഷിൻ്റെ കൊലപാതകത്തിന് പകരമുള്ള ഒരു കൊലപാതകമല്ല, മറിച്ച് കാലങ്ങളായിട്ട് വയനകം സംഘവും അതോടൊപ്പം തന്നെ കടത്തൂർ സംഘവും തമ്മിൽ നിലനിന്നിരുന്ന വ്യക്തിവൈരാഗ്യം, പക, 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകയും വ്യക്തിവൈരാഗ്യവും നിമിത്തമാണ് ഇത്തരം ക്രൂരമായൊരു കൊലപാതകത്തിലേക്ക് പോയതെന്നാണ് പറയുന്നത്. വയനകം സംഘത്തിൽ ഈ അതുലിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഗുണ്ടകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ പോകുന്ന ഇടത്തെല്ലാം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇയാളുടെ കുറച്ച് ആളുകളുണ്ടാവും. ഇവർ എടുക്കുന്ന വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സിനിമാ ഗാനങ്ങളുടെയും സിനിമാ ഡയലോഗുകളുടെയൊക്കെ അകമ്പടിയോടെ ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കും. ഇവർക്ക് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളാണ്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം ഇവരിൽ ആഭിമുഖ്യം കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊരു പരിധിക്കപ്പുറത്തേക്ക് പോകാറില്ല. പക്ഷേ ഗുണ്ടാ സംഘങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുമെന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ മറ്റൊരു കുട്ടി ഒന്ന് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയൊരു നിസാര കേസായിരിക്കും. പക്ഷേ ഇതിൽ ഇടപെടാൻ വരുന്നത് പേരുകേട്ട ഗുണ്ടകളായിരിക്കും. അങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഒരു ശക്തി, തൻ്റെ പിന്നിൽ ഇത്തരമൊരു ശക്തിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഇവർ സ്കൂളിൽ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇത് ചോദിക്കാൻ ചേട്ടന്മാർ വരും എന്നൊരു വിശ്വാസം ഇവർക്കുണ്ടാകും. അങ്ങനെ ആണ് ഈ ഗുണ്ടാ സംഘങ്ങളോട് ആഭിമുഖ്യം വരുന്നത്. അതുകൂടാതെ തന്നെ ഈ ലഹരി കച്ചവടം, എപ്പോഴും ഒരു ഗുണ്ടാ സംഘങ്ങൾ ഈ അതിലടക്കമുള്ള ഓരോ സംഘങ്ങളിൽ
ആയിരിക്കും ആ മേഖലയിലെ മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി മരുന്നുകളുടെ വിൽപ്പനക്കാർ അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ അടക്കം വലിയ വിദ്യാർത്ഥികളടക്കമുള്ള യുവത കൂട്ടത്തോടെ ഈ ഒരു കെണിയിലേക്ക് വന്ന് വീഴുന്നു. ഇവർക്ക് പിന്നീട് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. ഇതിൽ പലരുടെയും ഭൂതകാലം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുന്ന മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരിക്കും. ഇപ്പോൾ ഹുസൈനെക്കുറിച്ച് ഈ സംഘത്തിലെ ഇപ്പോൾ 10 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹുസൈനെ കുറിച്ചൊക്കെ പറയുന്നത് കൃത്യമായിട്ട് മതപഠനം അടക്കം നടത്തിയിരുന്ന ഒരു വ്യക്തി, ഗൾഫിലൊക്കെ പോയി ഒരു പ്രണയനഷ്ടത്തെ തുടർന്ന് നാട്ടിലെത്തി, പിന്നീട് മാതാവിൻ്റെ വീട്ടിലെ കഠിനമായ കാർക്കശ്യത്തെ തുടർന്ന് വഴിതെറ്റിപ്പോയ ഒരാൾ എന്നൊക്കെയാണ് ഹുസൈൻ അടക്കമുള്ള പ്രതികളെക്കുറിച്ച് പറയുന്നത്. ഇവർക്കൊന്നും വലിയ പതിറ്റാണ്ടുകൾ നീളമുള്ള ഒരു ക്രിമിനൽ പാരമ്പര്യമൊന്നുമുള്ള ആളുകളല്ല, യുവാക്കളാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന വഴികൾ നമ്മുടെ കുട്ടികൾക്ക് മുന്നിലും ഇത്തരത്തിൽ കെണിയുമായിട്ട് ഇത്തരം സംഘങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക, അവരെ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 10 പേരെയാണ് ഇതിനോടകം തന്നെ പോലീസ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം നടക്കുന്നു, ഈ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ വാർത്തയാകുന്നു. തിരുവനന്തപുരം DIG ആയിട്ടുള്ള റേഞ്ച് DIG ആയിട്ടുള്ള ഹിമചന്ദ്രൻ നാഥിൻ്റെ മേൽനോട്ടത്തിൽ നമ്മുടെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലതയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി സംസ്ഥാനത്തുടനീളം സമീപ ജില്ലകളിൽ വലവിഴിച്ചുള്ള നൂതനമായ സൂക്ഷ്മമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനിടെ ആലപ്പുഴ അല്ലെങ്കിൽ പത്തനംതിട്ട ഇവർ പോകാൻ സാധ്യതയുണ്ടായിരുന്ന ജില്ലകളിലെല്ലാം ഇവരുടെ നിരീക്ഷണം കർശനമാക്കി. അങ്ങനെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന, ഇവർക്ക് സഹായം ചെയ്തു കൊടുത്തിരുന്ന ഒരു 4 പേരെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവർ പറയുന്നു ഈ ഇന്നോവ കാർ ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ ഇവർ തമിഴ്നാട് ലക്ഷ്യമാക്കി പോകുന്നുവെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിർത്തി ജില്ലകളിൽ പരിശോധന കർശനമാക്കുന്നു. അങ്ങനെ ഇടുക്കിയിൽ കയറുന്നതിന് മുൻപ് മുണ്ടക്കയം ഭാഗത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചു വരുന്ന വാഹനം കൃത്യമായിട്ട് ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഈ നമ്മുടെ നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളൊക്കെ നമ്മുടെ നിരത്തുകളിലുണ്ട്. അപ്പോൾ അതുപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം ഇവരുടെ മേത്ത് പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഒരു സിനിമാ സ്റ്റൈൽ ചേസിങ്ങിനൊടുവിലാണ് ഈ സംഘത്തെ പിടികൂടിയിരിക്കുന്നത്. വിഷ്ണു, അനീർ, ഷംനാദ്, ഹുസൈൻ, ആഷിഖ്, നൗഫൽ എന്നീ 6 പേരാണ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ ഇവർക്ക് ഈ ഒരു കൃത്യത്തിൽ പ്രേരകമായിരിക്കുന്ന ആളുകളാണ്. എന്തായാലും ഇവരെ 10 പേരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ 2 വാഹനങ്ങളും ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്താണ് ജിം സന്തോഷിൻ്റെ കൊലപാതകത്തിനപ്പുറം ഈ വയനകം സംഘവും അതോടൊപ്പം തന്നെ കടത്തൂർ സംഘവും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം മാത്രമാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതടക്കം ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഉണ്ടാകും. എന്തായാലും ഒരു ചെറുപ്പക്കാരൻ, ഏതാനും 32 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾക്ക് താഴെ വലിയ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. കാരണം ഇയാൾ ഒരു വിവാഹിതനാണ്, ചെറിയൊരു കുട്ടിയുടെ അച്ഛനാണെന്നൊക്കെയാണ് ആ ഫോട്ടോയിൽ നിന്ന് മനസ്സിലായത്. എന്തായാലും പോയത് ആ ഒരു കുടുംബത്തിനാണ്. ഈ ഗുണ്ടാപ്പണിക്ക് ഇറങ്ങുമ്പോൾ തനിക്കുമുള്ളത് കൊലച്ചോറാണെന്ന് കരുതി വേണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ. തനിക്കുള്ളത് ഒരാൾക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന തന്നെയാണ് തനിക്കും ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ, തനിക്ക് ഉള്ളതുപോലെ അവർക്ക് നഷ്ടപ്പെടാനുള്ള കുടുംബം പോലെ തനിക്കും നഷ്ടപ്പെടാൻ ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ട് എന്ന് തോന്നി തുടങ്ങിയാൽ ഇതിൽ നിന്ന് പിന്തിരിയാൻ എളുപ്പമാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നവരും ധാരാളമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും.